നൈജീരിയയിലെ എനുഗു കത്തോലിക്ക രൂപതയുടെ കീഴിലുള്ള മദർ ഓഫ് ക്രൈസ്റ്റ് സ്പെഷ്യാലിറ്റി ആശുപത്രിയിലുണ്ടായ വൻ തീപിടുത്തത്തിനിടയിലും പോറലേൽക്കാതെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ തിരുസ്വരൂപം. മെയ് 10 നടന്ന ഈ സംഭവം കത്തോലിക്കരെയും ഇതര മതസ്ഥർക്കും ഒരുപോലെ അത്ഭുതമായി മാറിയിരിക്കുകയാണ്. മെയ് 10 രാത്രി 10 മണിയോടെയാണ് ആശുപത്രിയിൽ തീപിടുത്തമുണ്ടായത്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് കരുതപ്പെടുന്നത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ മരിയ ചെനോം ഇഗോവ പറയുന്നതനുസരിച്ച് റിസപ്ഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുകൾ, CCTV കൺട്രോൾ റൂം, ഡോക്ടർമാരുടെ ലോഞ്ച്, കുട്ടികളുടെ വാർഡിന്റെ ഒരു ഭാഗം എന്നിവ തീയിൽ പൂർണ്ണമായി നശിച്ചു. കമ്പ്യൂട്ടറുകളും പ്രിന്ററുകളും ഉൾപ്പെടെ ദശലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തീപിടുത്തമുണ്ടായ ഭാഗത്തിന് തൊട്ടടുത്തായി സ്ഥാപിച്ചിരുന്ന പരിശുദ്ധ കന്യകാമറിയത്തിന്റെ തിരുസ്വരൂപമാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ രൂപത്തിനടുത്തുണ്ടായിരുന്ന വാട്ടർ ഡിസ്പെൻസർ ഉരുകിപ്പോവുകയും CCTV വയറുകൾ കത്തിയമരുകയും ചെയ്തിട്ടും തിരുസ്വരൂപത്തിന് ചുറ്റുമുണ്ടായിരുന്ന മേശവിരിക്കോ പൂക്കൾക്കോ പോലും തീപിടിച്ചില്ല എന്നത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. ആശുപത്രിയിലെ പ്രധാന രേഖകൾ സൂക്ഷിച്ചിരുന്ന അഡ്മിനിസ്ട്രേറ്ററുടെ ഓഫീസിലേക്ക് തീ പടരുന്നത് തടഞ്ഞത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണെന്ന് സിസ്റ്റർ മരിയ വിശ്വസിക്കുന്നു. എൻ്റെ ഓഫീസിൽ പുകയുടെ ഗന്ധം പോലും ഉണ്ടായിരുന്നില്ല. ഇത് വലിയൊരു അത്ഭുതമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞുപോയെന്ന് സിസ്റ്റർ പറഞ്ഞു. ഈ സംഭവം അറിഞ്ഞ് മറ്റു വിഭാഗങ്ങളിൽപ്പെട്ടവരും ആശുപത്രിയിലേക്ക് ഒഴുകിയെത്തുകയാണ്. പരിശുദ്ധ അമ്മയ്ക്ക് എത്രത്തോളം ശക്തിയുണ്ടെന്ന് ഈ സംഭവം തെളിയിക്കുന്നുവെന്ന് ദൃക്സാക്ഷികൾ സാക്ഷ്യപ്പെടുത്തുന്നു. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നത് വലിയ ആശ്വാസമാണ്. ഏകദേശം 70 വർഷത്തിലധികം പഴക്കമുള്ള ഈ ആശുപത്രിയുടെ പുനരുദ്ധാരണത്തിനായി വലിയൊരു തുക ചെലവ് വരുമെന്നാണ് കണക്കാക്കുന്നത്. ആശുപത്രിയെ സ്നേഹിക്കുന്നവരും സന്മനസ്സുകളും പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു.